ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് വനം കൃഷി വകുപ്പ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കും. ഈ പ്രദേശത്ത് 12 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തൽ. മിഥില ബാലൻ വിശദാംശങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. മിഥില, ഗുഡ് മോർണിംഗ്. പറയൂ, യഥാർത്ഥത്തിൽ ഈ വിലങ്ങാട് വയനാട് ദുരന്തം വളരെ വ്യാപകമായ ദുരന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിലങ്ങാട് ദുരന്തം മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തില്ലെങ്കിലും അവിടെയും നാശനഷ്ടം വളരെ കൂടുതലാണെന്ന് മനസ്സിലാവുന്നു. പറയൂ. ഗുഡ് മോർണിംഗ് SKN. പറഞ്ഞതുപോലെ തന്നെ വിലങ്ങാട്ടെ ഒരു നാശനഷ്ടത്തിൻ്റെ തീവ്രത വളരെ വലുതാണ്. ആളപായം എന്ന് പറയാൻ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട റിട്ടയർഡ് അധ്യാപകൻ മത്തായിക്ക് ജീവൻ നഷ്ടപ്പെട്ടതൊഴിച്ചാൽ മറ്റ് ആളപായമില്ല. പക്ഷേ ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലുതാണ്. കൃഷിനാശം മാത്രമാണ് 12 കോടി രൂപ കണക്കാക്കപ്പെടുന്നത്. അതേസമയം 56 വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. 112 വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചുള്ളത്. ഒരു പ്രദേശത്തെ ആകെ 24 ഇടങ്ങളിലാണ് കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെയും രാത്രിയുമായി 24 ഇടങ്ങളിലാണ് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായത്. ഇത് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുണ്ടായാണ്. മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആളുകളെ പെട്ടെന്ന് ഇവിടങ്ങളിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ച സ്ഥലം MP കൂടിയായ ഷാഫി പറമ്പിലാണ് ആദ്യം ഇത്തരം ഒരു പാക്കേജ്, വിലങ്ങാടിനെ പുനരധിവസിപ്പിക്കാൻ, വിലങ്ങാടിനെ വീണ്ടെടുക്കാൻ ഒരു പാക്കേജ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. തൊട്ടു പിന്നാലെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജനും അവിടെ എത്തി. കെ രാജൻ അവിടെ സന്ദർശിച്ചതിന് ശേഷം അവലോകന യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് വയനാട്ടിലെ ജനങ്ങൾ വിലങ്ങാട്ടെ ജനങ്ങൾ അനാഥരാവില്ല, അവരെ വയനാട്ടിലേതിനെ പോലെ തന്നെ അവരെയും ചേർത്ത് പിടിക്കും. എന്താണോ നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കാനുള്ള തരത്തിലുള്ള സഹായമായിരിക്കും അവിടെ നൽകുക. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിലങ്ങാടിന് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കും. മറ്റൊന്ന്, 2019-ലും സമാനമായ രീതിയിൽ ഈ വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടാകുന്നത്? അതിന് ശാസ്ത്രീയമായ ഒരു പഠനം വേണം. അടുത്ത ആഴ്ച ഇത്തരത്തിൽ ഇവിടെ പഠനം നടത്താനായി 4-അംഗ സംഘം അതായത് വിലങ്ങാട് എത്തും എന്നും റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കൃഷി വകുപ്പ് മന്ത്രിയാണ് എത്തുന്നത്. ഒപ്പം തന്നെ വനംവകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശനും എത്തുന്നുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി എത്തുന്നത് 2:30-ക്കാണ്. പ്രതിപക്ഷ നേതാവ് എത്തുക 4 മണിക്കാണ്. എന്തുതന്നെയായാലും ഈ മന്ത്രിമാരുടെയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം സന്ദർശനത്തിൽ വലിയൊരു പ്രതീക്ഷയോടെയാണ് വിലങ്ങാട്ടെ ഈ ദുരിതബാധിതർ നോക്കിക്കാണുന്നത്. SKN.